അനുഗ്രഹീത സമയത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലുപ്പമുള്ള ദൈവം പിന്നെ ഒരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അനുഗ്രഹീത മെസ്സേജുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും കർത്താവിൽ നിങ്ങളോട് ചേർന്ന് എനിക്കായിരിക്കാൻ അനുവദിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് സ്തോത്രം. വളരെ പ്രാർത്ഥനയോട് ഈ സന്ദേശം കേൾക്കുന്നവരെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. ദേശത്ത് സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മെ തന്നെ ക്രിസ്തുവിൽ ഫലമേൽപ്പിക്കുവാൻ, നമ്മെ തന്നെ കൂടുതലായി കർത്താവിൽ അടുത്ത് നിർത്തുവാൻ നാം തന്നെ തീരുമാനത്തിൽ മുന്നോട്ട് വരുമെങ്കിൽ അനുഗ്രഹിപ്പാൻ ദൈവം സദാ തയ്യാറത്രേ. ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ പോകുന്ന സന്ദേശം 1 തെസ്സലോനി 5-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ്. നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, അവനത് നിർവഹിക്കും. ദൈവം അവിശ്വസ്തനല്ല, ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പല കുടുംബങ്ങളിലേക്ക് കണ്ണുകൾ ഒടിക്കുകയാണെങ്കിൽ ഭർത്താവിന് ഭാര്യയോടോ ഭാര്യയ്ക്ക് ഭർത്താവിനോടോ വിശ്വസ്തത ഇല്ലാത്ത എത്രയോ കുടുംബം. അപ്പനമ്മമാർക്ക് മക്കളോട്, മക്കൾക്ക് അപ്പനമ്മമാരോട് വിശ്വസ്തയില്ലാത്ത എത്രയോ കുടുംബങ്ങൾ. കാരണം കുഞ്ഞുങ്ങൾ പഠിക്കാൻ കടന്നു പോകുമ്പോൾ വളരെ വിശ്വസ്തയോട് അവരെ പഠിക്കാൻ വിടുന്ന മാതാപിതാക്കന്മാർ പലപ്പോഴും കരഞ്ഞുകൊണ്ട് കടന്നു വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനോട് അവിശ്വസ്തത കാണിച്ചു. അങ്ങനെയെങ്കിൽ സഹോദരന്മാർക്ക് തമ്മിൽ വിശ്വസ്തയില്ലാത്തൊരു കാലഘട്ടം. എന്തിനേറെ പറയണം, കർത്താവിന്റെ വേളിലായിരിക്കുന്നവർ പോലും വിശ്വസ്തയില്ലാത്ത നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, നമ്മുടെ നല്ല കർത്താവ് വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ വിളിക്കുകയാണ്. ദൈവം വിശ്വസ്തനായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒന്നാമത് വിശ്വസ്തനായ ദൈവം നിങ്ങളെ വിളിക്കുന്നത് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കൂട്ടായ്മ അപ്പോസ്തലിക ഉപദേശത്തിലെ ഒരു ഉപദേശമാണ്. പൗലോസ് പറയുന്നു, കൂട്ടായ്മ കാണിക്കുവാനും നന്മ ചെയ്യുവാനും നിങ്ങൾ മറന്നു പോകരുത്. പക്ഷെ ആരോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം? ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഞങ്ങളുടെ കൂടെ ഇരുന്നതും ഞങ്ങൾ നടന്നതും സ്പർശിച്ചതുമായ ദൈവത്തോട് ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ട്. ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടെന്ന് മാത്രമല്ല, ആ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിന് ഞാൻ ഈ ലേഖനം എഴുതുന്നു. മറ്റാരോട് നാം കൂട്ടായ്മ കാണിച്ചാലും, എന്തിനേറെ പറയണം, അല്പം കഴിയുമ്പോൾ അവരെല്ലാം അവിശ്വസ്തരായി നിൽക്കുന്നത് പലയിടത്തും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സമയത്ത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ വിളിക്കുന്ന ദൈവം ഒന്നാമത് കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നു. എന്തിനാണ്? അവൻ വിശ്വസ്തനാണ്. അവൻ എന്താണ് വിശ്വസ്തത കാണിച്ചത്? ഒന്ന്, നാം പാപിയായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടി അവൻ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സംയോജിച്ച് മനുഷ്യനെ നിർമ്മിച്ചെങ്കിലും മനുഷ്യൻ പാപത്തിനകത്ത് അകപ്പെട്ടു പോയപ്പോൾ മനുഷ്യന്റെ പാപപരിഹാരം പിതാവാം ദൈവം തന്നെ സ്വപുത്രൻ കൂടി നടത്തിയിട്ട് പുത്രന്റെ രക്തത്താൽ ജനത്തിനു മധ്യേ വീണ്ടെടുപ്പയച്ച് പിതാവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിക്കുവാൻ യേശു മറുവിലയായി തീർന്നു. എന്തിനാണ് യേശു നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നത്? പിതാവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുവാൻ, യേശുവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുവാൻ, പരിശുദ്ധാത്മാവുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുവാൻ. അങ്ങനെയെങ്കിൽ നമ്മെ വിളിക്കുന്ന ദൈവം ഒരു അവിശ്വസ്ത ദൈവമല്ല, വിശ്വസ്ത ദൈവമാണ്. അവിശ്വസ്തരെ പലയിടത്തും നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വിശ്വസ്തനായ നല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കാമെങ്കിൽ ഞാനിങ്ങനെ പറയാം, അവൻ നിങ്ങളെ പറഞ്ഞു പറ്റിക്കത്തില്ല. അവൻ വിളിച്ചിറക്കിയിട്ട് മുഖം തിരിച്ചു കളയത്തില്ല. അവൻ നൽകാമെന്ന് പറഞ്ഞിട്ട് നൽകാതിരിക്കത്തില്ല. അവന്റെ വിശ്വസ്തമായ കൂട്ടായ്മയ്ക്കകത്ത് നിങ്ങൾ പങ്കാളികളാകുമെങ്കിൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിപ്പാൻ ദൈവം സദാ തയ്യാറാണ്.
ഈ സമയത്ത് എന്റെ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലേ, നിനക്ക് ലോകപ്രകാരമുള്ള കൂട്ടായ്മയിൽ നിന്ന് സ്തോത്രം ദൈവമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങൾ അധികം ശ്രമിക്കണം. അപ്പോസ്തല ഉപദേശത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞു, തന്റെ ജനവുമായിട്ട് എനിക്കൊരു കൂട്ടായ്മ കൂടണം. അതിന് നിങ്ങൾ കൂട്ടായ്മ എന്ന ഉപദേശത്തെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. എന്തിനാണ് കൂട്ടായ്മ കൂടുന്നതെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ വേഗത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന് നിങ്ങളോട് കൂടെ ഇരിക്കുന്ന ഏറെ ഇഷ്ടമാണ്. അവൻ ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് ഭാര്യ ഇല്ലാതിരുന്ന സ്ഥാനത്ത് അവന്റെ കൂട്ടായ്മ ആരോടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ആദാം ഇങ്ങനെ പറയും, എനിക്ക് വെയിലാറുമ്പോൾ ഒരു കൂട്ടായ്മ ഉള്ളത് ദൈവത്തോട് മാത്രമായിരുന്നു. ദൈവം പറന്നുപോയോ എന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടോ? മൃഗങ്ങളെ എല്ലാം ഈരണ്ടായി സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യരെ ദൈവം മണ്ണുകൊണ്ട് അവനെ പോലെ രൂപമുണ്ടാക്കി, മൂക്കിലേക്ക് ജീവശ്വാസമൂതി അവനോട് ചേർന്നൊരു പെണ്ണിനെ ഉണ്ടാക്കിയില്ല. എന്നാൽ മനുഷ്യന്റെ ഏകാന്തത കണ്ട് അവനല്ല പരാതി പറഞ്ഞത്. ഏകാന്ത നടുവിൽ അവൻ ദൈവത്തോട് പരാതി പറയാൻ പോയില്ല. അവന്റെ ഏകാന്തത കണ്ട് കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മയുള്ള ആദാമിന്റെ ഏകാന്തത മനസ്സിലാക്കി അവന് വേണ്ടി ഒരു നരിയെ സൃഷ്ടിക്കുവാൻ എന്റെ ദൈവത്തിന് മനസ്സായിരുന്നു. അവനൊരു ഗാർഡൻ കൊടുത്ത് അവനൊരു കൂട്ടായ്മ ആദ്യമായി ദൈവം കൊടുത്തു. അവന്റെ ആ കൂട്ടായ്മയാണ് ഹൗവ. ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായ്മയുണ്ട്. അതുമാത്രമല്ല, എന്തിനേറെ പറയണം, ദൈവത്തിന്റെ വചനം പഠിച്ചാൽ വെയിലാറുമ്പോൾ എന്റെ ദൈവം ഇവരുടെ അടുത്തേക്ക് ഓടി വരും. ഇവരോട് പറഞ്ഞു കൂട്ടായ്മ കൂടിയ ദൈവം പറഞ്ഞു, മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് മനുഷ്യന് വേണ്ടി ദൈവം 5 ദിവസങ്ങൾ അവന് മുൻപായി ഉണ്ടാക്കി. അവന് വേണ്ട സകല സൗകര്യങ്ങളും ദൈവം അവന് വേണ്ടി ക്രമീകരിച്ചു. ഞാൻ ഇന്ന് ഒരു സന്ദേശം കൂടെ പറയട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴല്ല ദൈവം ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നതിന് മുമ്പ് ദൈവം അത് ചെയ്തതിന് ശേഷമാണ് ദൈവം അതിൽ നിർത്തുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോ ദൈവത്തെ അറിയുന്നോ ആ മിനിറ്റിൽ ദൈവം ചില ഉപദേശങ്ങൾ, ചില കൽപ്പനകൾ ദൈവം നിങ്ങളോട് പറയും. നിങ്ങൾ അത് ചെയ്തുകൂടാ, അത് ചെയ്യാം, അത് ചെയ്യണ്ട എന്നൊക്കെ പറയും. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചു. ഏതേലും തോട്ടത്തിൽ ഉള്ള എല്ലാം അവർക്ക് ഭക്ഷിക്കാം, എന്നാൽ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ഒരു വൃക്ഷഫലം കഴിച്ചുകൂടാ. കൂട്ടായ്മ ദൈവത്തോടുണ്ട്. കൂട്ടായ്മയുള്ള ഈ പ്രിയപ്പെട്ടവർ ദൈവം കഴിഞ്ഞാൽ ആദാമിന് ഹൗവയോടും ഹൗവയ്ക്ക് ആദാമിനോടും കൂട്ടായ്മയുണ്ട്. എന്നാൽ ഒരു ദിവസം ഈ കൂട്ടായ്മ തെറ്റി. ഹൗവ ചേട്ടത്തിയോട് സാത്താൻ കൂട്ടായ്മ കൂടി. ദൈവം എന്ത് ഉപദേശം പറഞ്ഞു അതിനെ സാത്താൻ മുതലെടുത്ത് അവരെ വഴിതെറ്റിച്ചു. കൂട്ടായ്മ കൂടുവാൻ ഹൗവയ്ക്ക് ഏൽപ്പിച്ച ആദാമിന്റെ മുമ്പിൽ സാത്താൻ പറഞ്ഞ വാക്കുകളെ കൈമാറ്റം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. മനുഷ്യരും ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആരംഭ സമയങ്ങളെ കൂട്ടായ്മ മുടക്കി സാത്താൻ ജയം കൊണ്ടാടുമ്പോൾ എന്റെ യേശു തമ്പുരാൻ അവിടെ വെച്ച് വാഗ്ദത്തം പറഞ്ഞു, സ്തോത്രം, സ്ത്രീയുടെ സംഭവി സർപ്പത്തിന്റെ തലയെ തകർക്കും. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവങ്ങളെ, നിന്റെ നന്മകളെ മുടിച്ചു കളഞ്ഞ, നിന്റെ അനുഗ്രഹത്തെ മുടിച്ചു കളഞ്ഞ, നിന്റെ ഉയർച്ചകളെ മുടിച്ചു കളഞ്ഞ, നിന്റെ സ്ഥിതികളെ ഇല്ലായ്മ ചെയ്ത സാത്താന്റെ വഴികളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവം വിശ്വസ്തനായതിന് നടുവിലുണ്ട്. അവൻ നിനക്ക് വിശ്വസ്ത കാണിപ്പാൻ തയ്യാറാകുന്നു. പലരെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, സങ്കീർത്തനം 12:5 പറയുന്നു, എളിയവരുടെ പേരുടെയും ദരിദ്രന്മാരുടെ നിൽക്കുന്ന ശ്വാസം നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ഞാൻ അതിലാക്കും. ആരെങ്കിലും ദൈവമായിട്ട് കൂട്ടായ്മയാകുന്ന പാപത്തിന്റെ വഴിയിൽ കൂടെ നടക്കുന്നെങ്കിൽ ഇന്ന് ഈ സമയത്ത് പറയണം, ദൈവമേ, അങ്ങയുടെ കൂട്ടായ്മ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കൂടെ ആരാധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം, ദൈവം നിന്നെ വെറും കയ്യോടെ വിടത്തില്ല. ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അവൻ നിന്നോട് അവിശ്വസ്തത കാണിക്കത്തില്ല. ദൈവത്തോട് നിനക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ നാശത്തിന്റെ വഴി പറഞ്ഞു വിടത്തില്ല. ദൈവത്തോട് നിനക്ക് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവം നടത്തുവാനിടയായി തരും. ഈ വചനം ശ്രദ്ധിക്കുക. ചിലരോട് ഞാൻ ഇന്ന് വളരെ ശക്തമായി സന്ദേശം പറയുകയാണ്. ഇതുപോലെ സാത്താന്റെ പിടിയിൽ കിടക്കുന്ന ചിലർക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, സഹോദര സഹോദരി, അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതാ ദൈവം നിന്നെ വിളിക്കുന്നു. അവനുമായിട്ട് കൂട്ടായ്മ കൂടുവാൻ അവൻ നിന്നെ നിർബന്ധിക്കുന്നു. നിന്നെ വിളിക്കുന്നത് ഈ അവിശ്വസ്തനല്ല, വിശ്വസ്തനാണ്. അവനത് നിർവഹിക്കും. എന്തിനാ ദൈവത്തോട് കൂട്ടായ്മ കൂടുന്നത്? ഏതേനിൽ തുടങ്ങിയ കൂട്ടായ്മ പല സ്ഥലങ്ങളിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് സ്വപുത്രൻ തന്നെ ഇറങ്ങി വന്ന ആ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്ത് അപ്പോസ്തോലികമാകുന്ന ഉപദേശം ജനത്തിന്റെ മധ്യേ കൈമാറ്റം ചെയ്ത് ഒരു കൂട്ടായ്മയിലേക്ക് ജനത്തെ നിർബന്ധിച്ചാക്കി. ആരുമായിട്ട്? ദൈവമായിട്ടുള്ള കൂട്ടായ്മ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് കൂട്ടായ്മ കൂടുന്നത് ഏറെ നല്ലതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, 1 കൊരിന്ത്യർ 10:13 പറയുന്നു,
ഈ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് നമ്മുടെ പരിശോധനകൾ അവൻ വിശ്വസ്തനാണ്. വേദപുസ്തകം പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, പരീക്ഷയോടൊപ്പം അവനൊരു പോക്കുവഴിയും തരും. ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയ അബ്രഹാമിനെ ദൈവം ഒരിക്കൽ പരീക്ഷിച്ചു. ആ പരീക്ഷ ഇങ്ങനെയായിരുന്നു, അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവന്റെ ഏകജാതനായ പുത്രനെ ഈസഹാക്കിനെ ദൈവത്തിന് യാഗമായിട്ട് വേണം. യാഗം എന്താണെന്ന് അറിയാവുന്ന വ്യക്തിയോട് തന്റെ സ്വപുത്രനെ വർഷങ്ങളായി കാത്തിരുന്ന പൈതലിനെ ആവശ്യപ്പെട്ടപ്പോൾ ഒത്തു മനസ്സൽപ്പം ഇടറി. എന്നാൽ ദൈവം ചോദിച്ചതിനെ താൻ കൊടുക്കാതിരുന്നില്ല. ദൈവം ചോദിച്ചതിനെ വളരെ ആത്മാർത്ഥമായി സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന അബ്രഹാം, ഒരു കാര്യം അബ്രഹാമിന് അറിയാം, എന്റെ ദൈവം അവിശ്വസ്തനല്ല, എന്റെ ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം തരാത്ത ഒന്നും എന്റെ കയ്യിലില്ല. ഈ സന്ദേശകർക്ക് ദൈവമേ, നീയും നിന്റെ പൈതലും നിന്റെ വീട്ടിലെ കൂട്ടായ്മയ്ക്കകത്തുണ്ടോ, പ്രാർത്ഥനയ്ക്കകത്തുണ്ടോ? ഒരുപക്ഷെ ദൈവം നിന്നോട് പറഞ്ഞേക്കാം അവനെ ദൈവ പൈതലായി വളർത്തിയെടുക്കുവാൻ. ആലോചനയിൽ കൂടി ദൈവദാസന്മാരിൽ കൂടി പറഞ്ഞേക്കാം. പലപ്പോഴും ആലോചന കേട്ടിട്ടും മറുതലിച്ചു പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറയണം, എന്റെ കുടുംബം ദൈവത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിയപ്പെടും, ദൈവ ഇഷ്ടപ്രകാരം ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും, ദൈവഹിതപ്രകാരം ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് തീരുമാനമെടുക്കുമെങ്കിൽ ദൈവം അനുഗ്രഹിക്കുവാൻ ശക്തനാണ്. അബ്രഹാം പിതാവ് സാറയോട് പറഞ്ഞില്ല താൻ കുഞ്ഞിനെ യാഗം കഴിക്കാൻ പോവുകയാണെന്ന്. വിറകുകൾ അടുക്കി കഷ്ണം കഷ്ണമായി കുഞ്ഞിനെ കടിച്ചു ദൈവത്തിന് മുമ്പിൽ വെക്കാൻ പോവുകയാണെന്ന് ദൈവത്തോട് സാറയോട് പറഞ്ഞില്ല. ദൈവം തന്നോട് പറഞ്ഞതിനെ ദൈവം അബ്രഹാം ഹൃദയത്തിൽ സംഹരിച്ചു. ദൈവം പറഞ്ഞ വാക്ക് കേട്ടു. ഇത് ശരിയാണോ, ഇങ്ങനെ വേണോ എന്ന് ഒരഭിപ്രായം ആരോടും ചോദിച്ചില്ല. പലപ്പോഴും പലരും ദൈവത്തോട് കൂട്ടായ്മയ്ക്ക് അടുത്തു വരുമ്പോൾ അഭിപ്രായങ്ങൾ ചോദിച്ചോ ദൈവത്തിന് അകന്നു പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അഭിപ്രായം ചോദിക്കരുത്. ദൈവത്തിന്റെ ആലോചന നിങ്ങൾ കേൾക്കുമ്പോൾ മടികൂടാതെ മുമ്പോട്ട് വരാൻ തയ്യാറാകുമെങ്കിൽ അനുഗ്രഹിപ്പാൻ ദൈവം തയ്യാറാണ്. അവൻ സാറയോട് പറഞ്ഞില്ല, ബാല്യക്കാരോട് പറഞ്ഞില്ല. അതിരാവിലെ ദൈവം പറഞ്ഞ ശബ്ദം കേട്ടുകൊണ്ട് വിറകുകൾ കയറി ബാലനെ കൂടെ കൊണ്ടുപോയി കഴുതയ്ക്ക് കൂപ്പിട്ടു, കത്തിയെടുത്തു, തീയെടുത്തു. ദൈവം പറഞ്ഞ മലയിലേക്ക് നടന്നു നീങ്ങി. 3 ദിവസത്തെ വഴി കഴിഞ്ഞ മാല കണ്ടു. വിറകുകളടുക്കി കുഞ്ഞിനെ അതിൽ കൈകാലുകൾ കെട്ടി വിറകുകളടുക്കി അതിൽ കിടത്തി. വാളി ശക്തമായി ഓങ്ങുമ്പോൾ സ്വർഗത്തിലെ ശബ്ദം. എന്താ ആ ശബ്ദം കേൾക്കാൻ കാരണം? ഈ വഴിയാത്രയുടെ മധ്യത്തിൽ ബാലകൻ ചോദിച്ചു, അപ്പാ വിറകുണ്ടോ, തീയുണ്ടോ, കത്തിയുണ്ടോ, യാഗമൃഗം എവിടെയാ? പ്രാർത്ഥിക്കാൻ പോകുന്ന മാതാവേ, പ്രാർത്ഥിക്കാൻ പോകുന്ന പിതാവേ, നിന്റെ തലമുറ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമോ? നീ മറന്നുപോയെന്ന് വിചാരിക്കുന്ന പലതും ഓർമ്മപ്പെടുത്തുന്ന ഒരു തലമുറ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം. അബ്രഹാം പിതാവ് മറന്നുപോയതല്ല, എന്നാൽ ആരാധന അറിയാവുന്ന അബ്രഹാമിന്റെ പൈതൽ പറയാ, അപ്പച്ചാ യാഗമൃഗമില്ലാതെ ഒരു ആരാധനയില്ല. ആരാധനയ്ക്ക് സ്തോത്രം വേണം, സ്തുതി വേണം, ആ ദൈവത്തിന്റെ വചനം വേണം. അതല്ലാത്ത ഒരു ആരാധനയല്ല. എത്ര മാതാപിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര പേർ ചോദിക്കും, അപ്പച്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നു, വേദപുസ്തകം എടുത്തില്ലേ? അപ്പച്ച ഇന്ന് കൂട്ടായ്മയ്ക്ക് പോയിട്ട് ദൈവത്തെ സ്തുതിച്ചു, എന്താ ദൈവശബ്ദം കേട്ടതെന്ന് എത്ര കുഞ്ഞുങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാ. അബ്രഹാം പിതാവിന്റെ ബാലകൻ ചോദിച്ചു, അപ്പച്ച എല്ലാം ഉണ്ട്, യാഗമൃഗം എവിടെയാ? ഒരു വാക്ക് തിരിച്ചു കുഞ്ഞിനോട് പറഞ്ഞു, ദൈവം കരുതുന്ന ദൈവത്തിന്റെ വിശ്വസ്തത കാണുവാൻ ഇസഹാക്ക് വളരെ ആഗ്രഹിച്ചു. ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇസഹാക്ക് ആ ദൈവത്തിന്റെ കരുതൽ കാണാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് നടന്നു. അവനറിയാം ദൈവം അവിശ്വസ്തനല്ല. എന്റെ പിതാവിന് ഇപ്പോൾ ഉണ്ടായതെല്ലാം, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ ദൈവം കൊടുത്തതാണെന്നറിയാവുന്ന ഈ ബാലകൻ ദൈവത്തിന്റെ നടത്തിപ്പ് കാണാൻ ആഗ്രഹിച്ചു മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഇതാ അവർ മലയിലെത്തിയപ്പോൾ കുഞ്ഞിനെ തന്നെ യാഗമൃഗമായി എടുത്തു വെക്കുമ്പോൾ ആ കുഞ്ഞൽപ്പം അപ്പന്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായ സ്ഥിതിയിലല്ല, അപ്പന്റെ ദൈവം വിശ്വസ്തനാണെന്ന്, കരുതും ദൈവമാണെന്ന് ഉള്ള മനോഭാവത്തോട് അപ്പനെ സ്തോത്രമൊന്ന് ധൈര്യപ്പെടുത്തി. ചില നോട്ടങ്ങളിൽ നമുക്ക് ധൈര്യമുണ്ടാകും. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള എന്നെ കേൾക്കുന്ന കുടുംബമേ, വ്യക്തിത്വമേ, ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ അധികമായിട്ട് മാനിക്കാൻ പോകുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവം നിന്നെ ധാരാളമായിട്ട് ഉയർത്താൻ പോകുക. ഒറ്റ കാര്യം, ഏത് പ്രതിസന്ധിയിലും നിന്റെ വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് നീ ഇങ്ങനെ പറയണം, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം കരുതും, ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, ഞാൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കും, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കും, ദൈവത്തിന്റെ വചനപ്രകാരം നടക്കും. സ്വന്തം മോനെയാ ദൈവം ചോദിച്ചപ്പോൾ കൊടുക്കാൻ മനസ്സ് മടി കാണിക്കാത്ത അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവം മനോഹരമായ ഒരു ഭവനം
തന്നിട്ടുണ്ട്. സ്തോത്രം. ആ ഭവനത്തിൽ ഒരു കൂട്ടായ്മ നടത്താൻ പറയുമ്പോൾ നീ ആളുകൾ ചോദിച്ചിട്ടാ ഒരു കൂട്ടായ്മയ്ക്ക് സ്ഥാനം കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന് നിന്നെ ആവശ്യമില്ല. സമർപ്പണത്തിൽ പറ, എന്റെ വീട്ടിൽ ദൈവത്തിന്റെ ആരാധന നടക്കണം. നിന്റെ തലമുറയെ സ്തോത്രം ദൈവത്തിന് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കാൻ തയ്യാറാവുമെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിപ്പാനിട തരും. നിന്നെ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒരു മടിയും കൂടാതെ പറ, ഞാൻ എന്നെ സമർപ്പിക്കാൻ. കാരണം വിശ്വസ്തനായ ദൈവത്തിലേക്കാ നിങ്ങൾക്ക് സ്തോത്രം വരമേൽപ്പിക്കാൻ പറ്റുന്നത്. പരീക്ഷകൾ വരും. അബ്രഹാം ജീവിതത്തിൽ പരീക്ഷ വന്നു, എന്നാൽ നടപ്പല്ലാത്ത പരീക്ഷയല്ല വന്നത്. ഒരു സൈഡിൽ കൂടി നോക്കിയാൽ നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് തോന്നിയേക്കാം. സ്തോത്രം. വാൾ ഓങ്ങുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറയാം, ബാലകന്റെ മേൽ കത്തിവെക്കരുത്. യാഗപീഠത്തിൽ നിന്റെ ബാലനെ അല്ല കൊല്ലേണ്ടത്. നീ ഒരുക്കപ്പെട്ട് മുൻപോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞാടിനെ അല്ല ദൈവം അവിടെ ഒരുക്കിയിട്ടത്, ഒരു കോലാടിനെ തന്നെ പരിശുദ്ധാത്മ ഒരുക്കി എന്ന് പറഞ്ഞാൽ നിനക്ക് എന്ന് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുമെന്ന് സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് മനസ്സിനകത്ത് വെളിപ്പെട്ടുവോ ആ സമയത്ത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് അനുഗ്രഹിക്കപ്പെട്ടൊരു നന്മയെ അല്ലെങ്കിൽ യാഗമൃഗത്തെ അവിടെ ഒരുക്കി വെച്ചു. ദൈവം കരുവും ദൈവമാണെന്ന് ഈ ബാലകനോട് അബ്രഹാം പിതാവ് പറഞ്ഞെങ്കിൽ വിശ്വസ്തനായി ദൈവത്തെ നോക്കി നിൽക്കുന്ന ബാലകൻ യാഗപീഠത്തിൽ നിന്ന് പുറത്തിറങ്ങി സ്തോത്രം പറയുക. എന്താ സ്തോത്രം പറയുന്നറിയാമോ? ഞാൻ മരിക്കേണ്ടിടത്ത് വിശ്വസ്തനായ ദൈവം എനിക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ ഒരുക്കി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു. നീ പകരേണ്ടിടത്ത്, നീ നഷ്ടപ്പെടേണ്ടിടത്ത് നീ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി ഒരുത്തൻ നഷ്ടമായി കഴിഞ്ഞു. ഒരുത്തൻ നിനക്ക് വേണ്ടി പാപയാഗമായി കഴിഞ്ഞു. ഒരുത്തൻ നിന്റെ സകല ശിക്ഷകളും ഏറ്റെടുത്തു കഴിഞ്ഞു. അവൻ നിനക്കായി സദാ ജീവിക്കുന്നു. ദൈവത്തിന്റെ വഴിയിലെ ഈ സമയത്ത് ദൈവത്തിന്റെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. സ്തോത്രം. ദൈവം നിങ്ങളെ പരീക്ഷിച്ചെന്നിരിക്കാം. ഒരുപക്ഷെ ദൈവം തന്നെ തിരിച്ചു ചോദിച്ചെന്നിരിക്കാം. ഒരു മടിയും കൂടെ അത് തിരിച്ച് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം അതിനെ നഷ്ടപ്പെടുത്തില്ല. കാരണം എന്റെ ദൈവം അവിശ്വസ്തനല്ല. എന്റെ ദൈവം അവിശ്വസ്തനല്ല. നിനക്കൊരു കാര്യം തന്നിട്ട് നീ ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുകയാണെങ്കിൽ തിരിച്ചെടുക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് പരിചയമില്ല. അങ്ങനെയെങ്കിൽ ഈ സമയം എന്റെ സന്ദേശം കേൾക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലോട് ഞാൻ വിളിച്ചു പറയാം, നീ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മുൻപോട്ട് പോകുമെങ്കിൽ ദൈവം നിന്നെ മാനിപ്പാനിടയായി തരും. പലരും എല്ലാം തീർന്നെന്ന് പറഞ്ഞിടത്ത്, എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയുന്നിടത്ത്, എല്ലാം പൂർത്തീകരിച്ചെന്ന് പറഞ്ഞിടത്ത് ദൈവം പുതിയതൊന്ന് തുടങ്ങും. സ്തോത്രം. പുതിയൊരു ആരാധന വെളിപ്പെടും. ഒരു പുതിയ പാട്ട് തരും. ഈ ബാലകൻ സ്തോത്രം മടങ്ങി വരുമ്പോൾ അപ്പനോട് പറയുക, അപ്പന്റെ ദൈവം വളരെ വിശ്വസ്തനാണ്. അപ്പന്റെ ദൈവം വളരെ വിശ്വസ്തനാണ്. അപ്പൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കരുതൽ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആർപ്പിന്റെ ഒരു പാട്ട് പാടുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പരിശോധനകൾ നമുക്ക് വന്നേക്കാം, പ്രതിസന്ധികൾ നമുക്ക് വന്നേക്കാം. ഈ സമയത്ത് അതിന്റെ മധ്യത്തിൽ സ്തോത്രം ഞാൻ നഷ്ടപ്പെട്ടു, എന്റെ തലവര ഇതാണ്, ഞാൻ സ്തോത്രം കണ്ടകശിനി ജനിച്ചവനാണ്, ഇതെല്ലാം എന്റെ സ്തോത്ര കുടുംബത്തിന്റെ ദോഷമാണെന്ന് പറഞ്ഞിരിക്കാതെ ഈ സമയത്ത് പരിശോധന കൂടി കടന്നുപോകുന്ന ദൈവത്തിന്റെ വഴിയെ ഈ സമയത്ത് പരീക്ഷ സ്തോത്രം വന്നത്, ഈ പരിശോധന വന്നത് നീ നഷ്ടത്തിനല്ല, ഇത് ദൈവത്തെ അറിയാനുള്ള മുഖാന്തരമാണെന്ന്, ഇത് ദൈവത്തിന്റെ വചനമായിട്ട് അടുക്കാനുള്ള മുഖാന്തരമാണെന്ന്, ദൈവത്തിന്റെ ആരാധനയെ കുറിച്ച് അറിയാനുള്ള മുഖാന്തരമാണെന്ന് പറഞ്ഞ് നീ അടുത്ത് വരുവാനിടയായി. ചിലപ്പോൾ ഒരു രോഗത്തിൽ കൂടെ ആയിരിക്കാം ദൈവം വരുന്നത്, നഷ്ടത്തിൽ കൂടെ ആയിരിക്കാം വരുന്നത്, ചിലപ്പോൾ കൂട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് വരാം, എല്ലാം ചിലപ്പോൾ കുഴഞ്ഞു മറിഞ്ഞു നിരിക്കാം, ഒന്നിലും ഒരു സന്തോഷം കണ്ടില്ലെന്ന് വരാം. സ്തോത്രം. എന്നാൽ നീ ഒരു കാര്യം പറയണം, ഈ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുന്നത് ഒരിക്കലും നഷ്ടത്തിലല്ല. പരീക്ഷ സഹിക്കുമ്പോൾ സ്തോത്രം ഒരു കാര്യം ഓർക്കുക, ദൈവത്തിലെ നിനക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും വന്നിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. എന്തിനാ ദൈവത്തിന്റെ വിശ്വസ്ത അവിടെ കാണുന്നത്? അവൻ നിന്നെ കരും ദൈവമാണെന്ന് പഠിപ്പിക്കണം. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ഒരു പക്ഷേ പരിശോധന വന്നേക്കാം. പക്ഷെ ആ പരിശോധന വരുമ്പോൾ ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുവാനാണ്. വേഗത്തിൽ സ്തോത്രം രണ്ട് കാര്യം പറയട്ടെ. സ്തോത്രം. യാക്കോബിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, കൊള്ളാവുന്നവനായിട്ട് എണ്ണിയാൽ ദൈവം ജീവകിരീടം തരും. ഈ ദിവസങ്ങൾ പരീക്ഷയിൽ കൂടി കടന്നു പോകുന്ന ശുശ്രൂഷകന്മാരോ സ്തോത്ര വിശ്വാസികളോ സാധാരണക്കാരോ ഉണ്ടെങ്കിൽ ഓർക്കുക, നീ കൊള്ളാവുന്നവനാണോ എന്നറിയുവാൻ ദൈവം ഒരുപക്ഷെ പരിശോധിച്ചെന്നിരിക്കാം. സ്തോത്രം. ഇന്ന് സമയത്ത് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം ദൈവം നിന്നെ വിശ്വസ്തനായി കരുതുവാൻ ശക്തനാണ്. പരീക്ഷകൾക്കകത്തൂടെ കടന്നു പോകുന്ന ദൈവത്തിലെ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാം, എന്റെ ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാക്കാൻ 2 തെസ്സലോനിക്കർ 3:3 പറയുന്നു, എന്റെ ദൈവം വിശ്വസ്തനാണ്. ഒരു ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ല, അവൻ വിശ്വസ്തനായ ദൈവമാണ്. നീ ദൈവത്തോട് വിശ്വസ്ത കാണിക്കുമെങ്കിൽ ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിന്നെ ഈ സന്ദേശത്തിൽ കൂടെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ സന്ദേശത്തിലേക്ക് നിന്നെ വെൽക്കം ചെയ്യുന്ന ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിക്കുന്ന കർത്താവ് ഒരു അവിശ്വസ്തനല്ല. പല പരിശോധനകൾ നിന്റെ നേരെ നേരിട്ടെന്ന് വരാം. എന്നാൽ നീ ദൈവത്തോട് ചേർന്ന് നടക്കുകയാണെങ്കിൽ ദൈവത്തിലുള്ള നീക്കുപോക്ക് കണ്ട് പലരും നീ
അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ വേച്ചത്ത് ഉയർത്തിപ്പിടിക്കുവാനിടയായി തീരും. സോ ഈ സന്ദേശം കേൾക്കുന്ന ചിലർ ഇതിനകത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ട്. ഈ പ്രശ്നം ഒരിക്കലും തകർക്കാനല്ല, നീ ദൈവത്തെ അറിയുവാനാണ്. ദൈവത്തെ അറിയുന്ന ചിലർ ഇതിനകത്ത് സന്ദേശം കേൾക്കുന്നുണ്ട്. നോ, നിന്റെ സ്തോത്രം വിശ്വാസത്തെയും വചനത്തെയും അല്പം കൂടി ഉറപ്പിക്കാനാണ്, ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കാനാണ് ചില പരിശോധന നിനക്ക് തരുന്നത്. സ്തോത്രം. ഞാൻ ഒറ്റ വാക്കിൽ വിളിച്ചു പറയട്ടെ, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലയളവിൽ നീ പറഞ്ഞാട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഉറക്കെ പറയാൻ താല്പര്യപ്പെടുമെങ്കിൽ സ്വർഗീയ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പൗലോസ് പറഞ്ഞൊരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് പറയുന്നു, എന്റെ ദൈവം വിശ്വസ്തന, അവസാന ദിവസം വരെ കാക്കാൻ അവൻ ശക്തനത്രേ. ഈ സമയത്ത് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാമോ? വളരെ പ്രാർത്ഥനയോട് ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ എന്റെ ആത്മാവ് അകത്ത് ഇങ്ങനെ പറയുകയാണ്, അവിശ്വസ്തത കണ്ട ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ ഞാൻ ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവിടൊക്കെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ നടന്നില്ല, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നില്ല, എന്നോട് ദൈവവും അവിശ്വസ്തത കാണിച്ചു എന്ന് പറയുന്ന അനുഭവത്തിൽ നിൽക്കുന്നവരെ ഞാൻ ശ്രദ്ധിക്കുന്നു. ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ നിന്നെ ഈ സമയത്ത് ദൈവം ക്ഷണിക്കുകയാണ്. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്റെ അടഞ്ഞ അനുഭവങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ്. നിനക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തന. പരീക്ഷയോടൊപ്പം അവന്റെ പോക്ക് വഴി തരും. ഞാനിങ്ങനെ പറയാം, എന്റെ കുഞ്ഞിന് 5 കിലോ ഭാരമെടുക്കാൻ കഴിയുമെങ്കിൽ ദൈവവൈതലെ ഞാൻ ഒരിക്കലും 6 കിലോ കൊടുക്കത്തില്ല, 4 കിലോ കൊടുക്കും, 1 കിലോ അവന്റെ കയ്യിൽ കുറച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവ് എത്ര വിശ്വസ്തനാണ്. നമുക്ക് നടപ്പുള്ള പരീക്ഷ തരുമെന്ന് പറഞ്ഞിട്ട് അല്പം കുറച്ച് പരിശോധനക്കൂടെ കടത്തിവിടുന്നത്. നീ എവിടൊക്കെ പരീക്ഷയെ കൂടി കടന്നു പോകുന്നു അവിടൊക്കെ ഒരു ജയമുണ്ട്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, സ്വന്തം പൈതലിനെ ചോദിച്ചു, നീണ്ട 25 കൊല്ലം കാത്തിരുന്നതിനെ ആവശ്യപ്പെട്ടത്. കൊടുക്കാൻ തയ്യാറായപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കരുതുന്ന ഒരു ദൈവം, യഹോവ ഇരേ എന്നൊരു വാക്ക് അവിടെ ലഭിപ്പാനിടയായി തീർന്നു. പരിശോധന കൂടി കടന്നു പോകുന്ന വ്യക്തികൾ ഇതുവരെയും ദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ സമർപ്പിക്കാൻ തയ്യാറാകൂ. ദൈവം നിന്നെ വിടുവിപ്പാൻ തയ്യാറാണ്. ഏൽപ്പിക്കാൻ തയ്യാറാകൂ. നിന്നെ വിടുവിക്കാൻ ദൈവം തയ്യാറാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ താവെ അവിശ്വസ്തരെ പലരെയും കണ്ടിട്ടുണ്ട്. കുടുംബങ്ങളിൽ പോലും, ദേശത്തിൽ പോലും, കർത്താവ് ഭക്തന്മാർ പോലും വിശ്വസ്തയില്ലാതിരിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന താവെ ചില ജീവിതങ്ങൾ ആ സന്തോഷം അനുഭവിക്കുമ്പോൾ, ഞങ്ങൾ ഉൾപ്പെടെ ആ സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്നവർ കൂടി കർത്താവിന്റെ വചനത്തിലുള്ള അങ്ങയുടെ വിശ്വസ്ത തിരിച്ചറിഞ്ഞ് അങ്ങയുടെ കൂട്ടായ്മയിലേക്ക് വരുവാൻ, അങ്ങയുടെ പരിശോധന കൂടി കടന്നു പോകുമ്പോൾ നീക്കുപോക്കുകൾ അങ്ങിൽ കൂടി കാണുവാൻ, ദുഷ്ടനിൽ അകപ്പെടാതെ അങ്ങിൽ കൂടെ വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം സഹായിക്കും. ഈ സമയത്ത് സന്ദേശങ്ങൾക്ക് പ്രതികൂലങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തികളെ ഞങ്ങൾ കർത്താവിന്റെ കരങ്ങൾ തരുന്നു. രോഗത്തിന്റെ, കടഭാരത്തിന്റെ, മാനസികമായ, കുടുംബമായ പല നിലയിൽ പോരാടുന്ന പോരാട്ടങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ശക്തമായ വിടുതലുകൾ ദൈവം വെളിപ്പെടുത്തണമേ. ഉന്നതമായ സാക്ഷ്യങ്ങളിൽ മറയ്ക്കണമേ. വചനത്താൽ ഉറപ്പിക്കണമേ. ദൈവകൃപയുടെ മറവിൽ പൊതിയണമേ. തൂഷമൻ ഹന്തൽ കൗടക അഭിഷേകത്തിന്റെ തീ ജനത്തിന് മധ്യത്തിൽ ഒഴുകി തുടങ്ങി വർദ്ധിക്കുന്നു. ഈ സന്ദേശം കേട്ട ആരും കൈവിടപ്പെട്ടു പോകല്ലേ. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ, കർത്താവിന്റെ വചനത്തിലേക്ക് കടന്നു വരുവാൻ, പരിശോധനയുള്ളവർക്ക് ദൈവികമാകുന്ന വിടുതൽ കാണുവാൻ, ദൈവം പറഞ്ഞ വാക്കനുസരിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് കാണുവാൻ, സ്തോത്രം പരിശോധന കടന്നു പോകുന്നവർ ദുഷ്ടങ്ങൾ വിടുവിക്കപ്പെടുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ സന്ദേശം കേട്ടവരെ കർത്താവ് കാണുവാൻ സഹായിക്കും. കർത്താവ് അങ്ങനെ ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കുന്നവരിയ സമയത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം കേട്ട സ്തോത്രം നിങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത അനുഗ്രഹം നമ്മുടെ നടുവിൽ പകർന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യാതെ കർത്താവിന്റെ കൃപയിൽ വിശ്വസ്തനായി ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരിക. നിങ്ങൾ ഇതുവരെ ഒരു കൂട്ടായ്മയിൽ കടന്നു പോയിട്ടില്ലെങ്കിൽ ന്യൂ ലെവിഞ്ചസ് എംബസി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ പുല്ലുപ്പുറത്തിന്റെ പ്രദേശത്തും വ്യാപാര ഭവനിലും നടന്നു വരുന്നു. ചൊവ്വാഴ്ചകളിൽ പുല്ലുപ്പുറത്തും ഞായറാഴ്ചകളിൽ റാന്നി വ്യാപാര ഭവനിലും നടക്കുന്നു. ഈ മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9847398950 നിങ്ങൾ വിളിക്കുക.
കർത്താവിന്റെ ദാസന്മാർ നിങ്ങൾക്ക് തുടർന്നുള്ള സന്ദേശങ്ങൾ തരുവാൻ വളരെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞു, 9847398950. വീണ്ടും ഒരു നമ്പർ കൂടെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു, 9947028969. ഒരിക്കൽ കൂടി 9947028969. ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ അത്ഭുതകരമായ വിടുതലിന്റെ സാക്ഷ്യം ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ സ്വർഗം അത്ഭുതം ചെയ്യും. തുടർമാനമായി ഈ മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു എങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല ക്രിസ്തുവിന്റെ സാന്നിധ്യങ്ങൾ തിരിച്ചറിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശേഷം ഞങ്ങളെ പ്രാർത്ഥന ഓർക്കുക. ദൈവം നിങ്ങളെ അധികമായി മാനിക്കും. പ്രൈസ് ഗോഡ്.